ദുരന്തർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പൊ എന്നെ കുറച്ച് വിഷ്വൽസ് കാണിച്ച്, കുറച്ച് ആക്ഷൻ സീൻസിന്റെ ഒക്കെ വിഷ്വൽസ് കാണിച്ച്, പിന്നെ പുള്ളിയുടെ മനസ്സിലുള്ള കുറച്ച് മ്യൂസിക് ഐഡിയാസും എന്നെ കേൾപ്പിച്ചു. ഇത് കേട്ടപ്പോ തന്നെ കണ്ടപ്പോ തന്നെ ഞാൻ പറയും ഇത് ഇച്ചിരി വേറെ പരിപാടിയാണെന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. ഇന്ന് ആ റിലീസായി കഴിഞ്ഞ ആൾക്കാർ അതിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴാണ് അന്ന് പുള്ളി പറഞ്ഞതിന്റെ ആ ഡെപ്ത് എന്താന്ന് എനിക്ക് മനസ്സിലായത്. ഒറിജിനൽ പഞ്ചാബി ലിറിക്സ് ഉണ്ട്, അതിന്റെ പുറത്തുകൂടി ഹനുമാൻ കൈൻഡ് വന്ന് പാടുന്നു, ജാസ്മിൻ സാൻഡലസ് പാടുന്നു. ഒരു ഫ്യൂഷനാണ്. കേൾക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇത് കൊള്ളാമല്ലോ എന്നുള്ളൊരു പരിപാടി. മ്യൂസിക് എങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പുള്ളി അവിടെ വന്ന് ആക്ട് ചെയ്ത് കാണിക്കും. പുള്ളി ഇങ്ങനെ സ്റ്റീവ് ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പുള്ളി ഇങ്ങനെ ആക്ട് ചെയ്ത് അപ്പൊ നമ്മളിങ്ങനെ ശരിക്കും മറ്റേ മിനി ഷാരൂഖാനായിട്ട് ഒരു ഫീലാണ്. നമ്മളിപ്പോ കർവാൻ എന്ന് പറഞ്ഞ സോങ്ങിലാണ് നാത്തോ കർവാൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ആദിത്യ സാറിന്റെ ഐഡിയ ആയിരുന്നു. അപ്പൊ ദീപകേട്ടന് ബോംബെന്ന് ആരെങ്കിലും വേണമായിരുന്നു ആ ഒരു കൾച്ചർ മനസ്സിലാക്കി, അതായത് ആ ഒരു നോർത്ത് സൗണ്ടിങ് മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെയാണ് ദീപകേട്ടൻ വിളിച്ചത്. അങ്ങനെയാണ് ബോംബെ എന്നുള്ള മലയാളിയായി ഞാൻ എമ്പുരാനിലെ അങ്ങനെയാണ് ദീപകേട്ടനെ വിളിച്ചത്. ഇത് ആക്ച്വലി ഒരു സിനിമ എന്നുള്ള ഇതായിരുന്നു. സംഭവം പറ്റിയ ഇവർ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത് ഓൾമോസ്റ്റ് 7 hours 8 hours കണ്ടേ ഫുട്ടേജ്. ദുരന്തർ സിനിമയിലെ മലയാളി സാന്നിധ്യം ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്റ്റീവ് കോട്ടൂർ മ്യൂസിക് പ്രൊഡ്യൂസറാണ്, കമ്പോസറാണ്. ഈ ദുരന്തർ പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 1400 കോടിക്ക് മേലെ കളക്ഷൻ സ്വീകരിക്കപ്പെടുന്ന സിനിമയുടെ മലയാളി സാന്നിധ്യം. അഡീഷണൽ മ്യൂസിക് കമ്പോസറാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ. ഉറപ്പായിട്ടും പറഞ്ഞ് മടുത്ത ഒരു ചോദ്യമായിരിക്കും, പക്ഷെ എന്നാലും ഞാനൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുക, എങ്ങനെയാണ് ശരിക്കും ദുരന്തറിലേക്ക് എത്തുന്നത്? ഇപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള കൊളാബറേഷൻ എങ്ങനെയാണ് അതിലേക്കുള്ള ലീഡ് തുടങ്ങുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ക്യൂ സ്റ്റുഡിയോയിലോട്ട് ക്ഷണിച്ച് അഖിലിനോടും മനീഷറിനോടും നന്ദി പറയുന്നു. ദുരന്തറിൽ ഞാൻ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ബോംബെയിലാണ്, 4 years ആയിട്ട് ഞാൻ ബോംബെയിലാണ്. അപ്പോൾ ബാറ്റ്സ് ഓഫ് ബോളിവുഡ് എന്ന് പറഞ്ഞൊരു സീരീസിന്റെ വർക്ക് നടക്കുക. അപ്പോൾ അതിന്റെ കമ്പോസർ എന്ന് പറയുന്നത് ശാശ്വത് സച്ദേവ് ആണ് ഉറിയുടെയും മ്യൂസിക് ഡയറക്ടർ. അപ്പൊ ഉറിയുടെ ആ ടീം തന്നെയാണ് ദുരന്തറിലും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവര് ബാറ്റ്സ് ഓഫ് ബോളിവുഡിന്റെ സീരീസ് വർക്ക് ചെയ്യുന്ന ടൈമിൽ അവർക്കൊരു അഡീഷണൽ മ്യൂസിക് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ ഒരു പ്രോഗ്രാമറിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴാണ് ശാശ്വത്തിന്റെ മാനേജർ ഋഷി എന്ന് പറയുന്ന പുള്ളി, എൻ്റെ ഫ്രണ്ട് ഉണ്ട് JK എന്ന് പറയുന്നത്, JK ആണ് ആക്ച്വലി പറഞ്ഞത് എന്നെ നീ ബോംബെയിലോട്ട് വന്നാൽ നിനക്ക് കുറച്ചുകൂടി എക്സ്പോഷർ ഉണ്ടാവും എന്ന് പറഞ്ഞു. JK മലയാളിയാണ്, തൃപ്പൂണിത്തുറക്കാരനെ. പുള്ളിക്ക് അവിടെ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്, ഓഡിയോ ഗൈസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മിക്സ് എഞ്ചിനീയർ. അപ്പൊ JK ആണ് എന്നെ ബോംബെയിലോട്ട് ക്ഷണിക്കുന്നത്. അപ്പൊ JK-നോടാണ് ഇവർ വിളിച്ചിരിക്കുന്നത്, ഇങ്ങനെ ആരെങ്കിലും ഒരു പ്രോഗ്രാമർ ഉണ്ടോ, മ്യൂസിക് പ്രൊഡ്യൂസർ ഉണ്ടോ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ JK ആണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തതും. അങ്ങനെയാണ് ഞാൻ അവരെ പോയി കാണുന്നത്, ശാശ്വത്തിനെ പോയി കാണുന്നതും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അന്ന് തന്നെ അവർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു സീരീസ് ഉണ്ട്, ഇത് ആര്യൻ ഖാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഡെബ്യൂ സീരീസ് ആണ്, വലിയൊരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ 7 episode ഉണ്ട്, നമുക്ക് കുറച്ച് നാൾ നമ്മളോട് ഒന്ന് കമ്മിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ. അപ്പം ഞാൻ ഡെഫിനറ്റ്ലി, നമുക്കും സന്തോഷമല്ലേ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതൊക്കെ. അങ്ങനെയാണ് ഞാൻ ശാശ്വത്തിനെ പോയി മീറ്റ് ചെയ്യുന്നതും. ഞാൻ മീറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ 2-3 ദിവസം വർക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല വൈബായി, ശാശ്വതമായിട്ട് നല്ല ജെല്ലായി പോയതുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്നെ സീരീസ് കാണിച്ചപ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റഡ് ആയി, അടിപൊളി. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് പുള്ളിക്ക് എൻ്റെ വർക്ക് ഇഷ്ടമായി, ആ ഒരു വൈബ് കണക്ട് ആയപ്പോഴാണ് പുള്ളി എന്നോട് ചോദിക്കുന്നത്, സ്റ്റീവ് ഞാൻ ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, ദുരന്തർ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്യുന്നുണ്ട്, അത് ഒരു അന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സ്റ്റീവ് അതിൽ കമ്മിറ്റ് ചെയ്യാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് അറിയില്ല ഇത് എന്താ സംഭവം എന്നുള്ള അറിയില്ല. നടക്കുന്ന ഒരു ജൂണില് ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് അവരുടെ കഴിഞ്ഞു. പക്ഷെ പുള്ളി ആ സമയത്ത് പ്ലാൻ ചെയ്യുക ടീം ആരൊക്കെ വേണം എന്നുള്ളത്. അപ്പോഴാണ് പുള്ളിക്ക്, അപ്പൊ ഞാനായിട്ട് സിങ്ക് ആയപ്പോ പുള്ളി എന്നോട് ചോദിച്ചു, ഇങ്ങനെ ദുരന്തർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പൊ എന്നെ കുറച്ച് വിഷ്വൽസ് കാണിച്ച്, ഇതിന്റെ കുറച്ച് ആക്ഷൻ സീൻസിന്റെ ഒക്കെ വിഷ്വൽസ് കാണിച്ച്, പിന്നെ പുള്ളിയുടെ മനസ്സിലുള്ള കുറച്ച് മ്യൂസിക് ഐഡിയാസും എന്നെ കേൾപ്പിച്ചു. ഇത് കേട്ടപ്പോ തന്നെ കണ്ടപ്പോ തന്നെ ഞാൻ പറയും ഇത് ഇച്ചിരി വേറെ പരിപാടിയാണെന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാനും എക്സൈറ്റഡ് ആയി ഈ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും ഉണ്ടാവും എന്നുള്ള. അപ്പോഴാണ് പുള്ളി എന്നോട് പറയുന്നത്, ഇതിലൊരു അഡീഷണൽ മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കമ്പോസ് ചെയ്യാൻ, കുറെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ, തീംസ് കമ്പോസ് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓവറോൾ സൂപ്പർവിഷൻ നോക്കാനും വേണം എന്ന് പറഞ്ഞു. ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അന്ന് എന്നോട് പുള്ളി പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് ഞാൻ പലരോടും പറഞ്ഞത്, സ്റ്റീവ് ഇപ്പൊ ഈ വർക്ക് ചെയ്യുന്ന മൂവി എന്ന് പറയണത് ഒരു 10-20 years കഴിഞ്ഞാലും ആൾക്കാർ ഈ മൂവിനെ കുറിച്ച് സംസാരിക്കും എന്ന് പറയാം. അന്നപ്പോ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് റിലീസായി കഴിഞ്ഞ ആൾക്കാർ അതിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴാണ് അന്ന് പുള്ളി പറഞ്ഞതിന്റെ ആ ഡെപ്ത് എന്താന്ന് എനിക്ക് മനസ്സിലായത്. അവർക്ക് ഓൾറെഡി അത്രയും കൺവിക്ഷൻ ഉണ്ട്, അവർക്ക് ഭയങ്കര കൺവിക്ഷൻ ആയിരുന്നു. കാരണം അവർക്ക് അറിയായിരുന്നു അവരൊരു നല്ലൊരു സിനിമയെ പ്രസന്റ് ചെയ്യാൻ പോണേന്നുള്ളത്. പിന്നെ മേക്കിങ്ങിലും അവർ അത്യാവശ്യം നല്ല കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ
എനിക്ക് ഏറ്റവും അവിടെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും അവരവരുടെ ജോലി ചെയ്യുന്നതിൽ ടോപ്പാണ്. ലൈക്ക് പിന്നെ ഭയങ്കര കൺവിക്ഷൻ അവർക്ക്. ഒരു ഫ്രെയിം പോലും ഒരു ഷോട്ട് പോലും അവര് വളരെ പ്ലാനിങ്ങോടെയാണ് എഡിറ്റ് ചെയ്തേക്കുന്നതാണെങ്കിലും സൗണ്ട് ഓവറോൾ എങ്ങനെ വേണം എന്നുള്ളതും എന്ത് ടൈപ്പ് സൗണ്ട് ഡിസൈൻ ആണ്, മ്യൂസിക് എങ്ങനെ സൗണ്ട് ഡിസൈൻ ആയിട്ട് ബ്ലെൻഡ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു ഇവർക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ആ പടം കണ്ട മനസ്സിലാവും, ഒന്നും ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്, എല്ലാം ഇങ്ങനെ സിങ്ക് ആയിട്ടാണ് പോകുന്നത്. പിന്നെ മ്യൂസിക്കിനെ കുറിച്ചാണെങ്കിൽ ഇപ്പൊ നമ്മൾ ജൂൺ മുതലേ ഇപ്പൊ ശാശ്വതമായിട്ടാണെങ്കിലും ഞങ്ങളിരുന്ന് ഇതിന്റെ സൗണ്ടിങ് എങ്ങനെ വേണം എന്നുള്ളത് നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു നമുക്ക്. കാരണം ഇപ്പൊ എന്നോട് പറഞ്ഞ ശാശ്വത ഇതാ പറഞ്ഞ, സ്റ്റീവ് നമ്മൾ ചെയ്യുന്ന സാധനം ജനറിക് ആയി പോകരുത്. അതായത് ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഈ സിനിമയിലും കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സാധനം വരുന്നത്, ഒരു ഫ്രഷ്നെസ് നമുക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ഐഡിയാസ് ഒക്കെയാണ് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഹിപ്പ് ഹോപ്പ് ഗ്രൂവിന്റെ പുറത്ത് ഒരു ഈസ്റ്റേൺ വോക്കൽസ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോല് പോലത്തെ ഋതത്തില് ഹെവി ഡോൽ ഋതത്തിന്റെ മേളിൽ കൂടി ഒരു ഇംഗ്ലീഷ് റാപ്പ്. അപ്പൊ പഞ്ചാബി ലിറിക്സ് ഇത് മിക്സ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മുടെ ദുരന്തർ ടൈറ്റിൽ ട്രാക്കിലാണെങ്കിൽ പോലും ആ ഒരു നമ്മൾ പഞ്ചാബി എംസിയുടെ ട്രാക്ക് റീക്രിയേറ്റ് ചെയ്തതാ. അപ്പൊ അതിൽ ആ ഒറിജിനൽ പഞ്ചാബി ലിറിക്സ് ഉണ്ട്, അതിന്റെ പുറത്തുകൂടി ഹനുമാൻ കൈൻഡ് വന്ന് പാടുന്നു, ജാസ്മിൻ സാൻഡ്ലസ് പാടുന്നു. അപ്പൊ ഒരു ഫ്യൂഷനാണ്, കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് കൊള്ളാലോ എന്നുള്ള ഒരു പരിപാടി കിട്ടും. അത് ഓവറോൾ നമ്മൾ ത്രൂ ഔട്ട് ആ ഒരു ഈസ്റ്റേണും വെസ്റ്റേണും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പോകാന്നുള്ളത് നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത സാധനമാണ്. അത് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഡയറക്ടറും ഭയങ്കര മ്യൂസിക്കലാണ് ആദ്യത്തെ. അപ്പൊ പുള്ളിയുടെ മ്യൂസിക്കൽ സജഷൻസും ഭയങ്കരമായിരുന്നു. ഈ ഹനുമാൻ കൈനൊക്കെ കൊളാബറേഷൻ രീതിയിലുള്ള ആലോചിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ റണ്ണിറ്റപ്പും മറ്റേ അതൊക്കെ റിലീസ് കഴിഞ്ഞു, അതൊക്കെ ഓൾറെഡി ഹനുമാൻ കൈൻഡ് നല്ല കത്തി നിൽക്കുന്ന ടൈമാണ്. അപ്പൊ തന്നെ ശാശ്വത്തിന് പണ്ടേ ഹനുമാൻ കൈൻഡായിട്ട് കൊളാബറേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് റൈറ്റ് ടൈം പുള്ളിക്ക് ഇപ്പൊ നല്ലൊരു, പിന്നെ പുള്ളി വന്ന് പ്രസന്റ് ചെയ്ത ട്രാക്കിന്റെ ലെവല് മാറും. ഇപ്പൊ നമ്മൾ ആ റെക്കോർഡിങ്ങിന്റെ അന്ന് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പുള്ളി വന്ന് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ടീസർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലുക്ക്, ദുരന്തന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ പുള്ളിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത്. അന്ന് പുള്ളി വന്ന് ഇത് പാടിക്കഴിഞ്ഞ് നമ്മൾ വിഷ്വലോട്ട് ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായി ഇത്. കാരണം വെച്ചാൽ ഓൾറെഡി വിഷ്വൽസ് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തേക്കാം, ഭയങ്കര ഇമ്പാക്ട് ആണ്. അതിൻ്റെ കൂടെ ഈ വോക്കൽസും കൂടി വന്നപ്പോ നമുക്ക് മനസ്സിലായി ഇത് സെറ്റാണ്, ഇത് വർക്ക് ആവുന്നുണ്ട്, ആൾക്കാർക്കൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു ഫീൽ നമുക്ക്. എത്ര നാള് സ്റ്റീവിന്റെ ഒരു കരിയറിൽ എത്ര നാള് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞ ജൂണിൽ ഞാൻ തുടങ്ങി, ജൂണില് നമ്മള് ജൂൺ മുതൽ തുടങ്ങി. ഇപ്പൊ ആക്ച്വലി പറഞ്ഞ ലാസ്റ്റ് മാർച്ച് 17-ാം തീയതിയാണ് നമ്മള് 2 വണ്ണ് ഒരു അത്ര ഇതൊരു വലിയ പ്രോസസ് ആയിരുന്നു. 7-8 months. അതിന്റെ ഇടയിൽ ഞാൻ ലൈവ് ഷോസും കൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു 1 month മാറി നിൽക്കേണ്ടി വന്നു. ഒരു ടൂർ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് മാറിക്കേണ്ടി വന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി 6-7 months കംപ്ലീറ്റ്ലി ബാറ്റ്സ് ഓഫ് ബോളിവുഡ് ആൻഡ് ദുരന്തർ, ഇതിന് രണ്ടും കൂടി. പക്ഷെ ഇതിന്റെ നടക്കുന്നത് ഇപ്പൊ ഡയറക്ടറിന്റെ സ്പേസ് തന്നെ. ഇത് ബാറ്റ്സ് ഓഫ് ബോളിവുഡ് നമ്മൾ ശാശ്വത്തിന്റെ സ്റ്റുഡിയോയിൽ തന്നെ ചെയ്തത്, വർസോയിലെ സ്റ്റുഡിയോയിൽ തന്നെ ചെയ്തത്. അപ്പൊ അവിടെ എല്ലാ ദിവസവും അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ആര്യൻ ഖാൻ അങ്ങോട്ട് വരും സ്റ്റുഡിയോയിലോട്ട്. പുള്ളി അപ്പൊ എല്ലാ ദിവസവും രാത്രി വരും, എല്ലാ ദിവസവും രാത്രി. ഇപ്പൊ നമ്മൾ പുതിയ സീൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പുള്ളി അവിടെ വന്നിരിക്കും. കാരണം പുള്ളിക്ക് ആ വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെയും വന്ന് വർക്ക് സ്പേസിനേക്കാൾ ഉപരി പുള്ളി അവിടെ വന്ന് നല്ല മറ്റേ കമ്പനിയൊക്കെ അടിച്ച് ചിരിപ്പിച്ച്, പിന്നെ ഇപ്പൊ നമുക്ക് ഒരു സീൻ അത് കുറച്ചുകൂടി മനസ്സിലാക്കാം, മ്യൂസിക് എങ്ങനെയാ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പുള്ളി അവിടെ വന്ന് ആക്ട് ചെയ്ത് കാണിക്കും. പുള്ളി ഇങ്ങനെ സ്റ്റീവ് ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പുള്ളി ഇങ്ങനെ ആക്ട് ചെയ്ത്, അപ്പൊ നമ്മളിങ്ങനെ ശരിക്കും മറ്റേ മിനി ഷാരൂഖ് ഖാൻ ഒരു ഫീലാ. പുള്ളി ഭയങ്കര ക്ലിയർ ആയിട്ട്. അപ്പൊ ചില സാധനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോ പുള്ളി പറയും അത് ചേഞ്ച് ചെയ്യാം, അത് കുറച്ച് അവഞ്ചേഴ്സ് സോണിലോട്ട് പോകുന്നുണ്ട്, ആ 3rd കോഡ് ഒന്ന് മാറ്റാവുന്ന. അപ്പൊ നമ്മളിങ്ങനെ മാറ്റും. അപ്പൊ അത് കൊള്ളാം, ഇത് ഗൂസ്ബംസ് ആണ് പറഞ്ഞ് അത് പുള്ളി അപ്പൊ അവിടെ വന്നിരുന്ന. ദുരന്തന്റെ സംഭവം എന്താന്ന് വെച്ചാൽ ആദിത്യന് പുള്ളിയുടെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ എഡിറ്റിംഗ് എല്ലാം നടന്ന അവിടെ. പുള്ളി അപ്പൊ ഇപ്പൊ നമ്മുടെ അതായത് ആദിത്യന്റെ വീട്ടിൽ ചെന്ന ഒരു ദുരന്തർ ടീം അവിടെ ഉണ്ടാവും. എഡിറ്റ് ടീം മേളിലിരുന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. ശിവകുമാർ സാറും പുള്ളിയുടെ അസോസിയേറ്റ് ജൂഹിയും അവരവിടെ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇപ്പൊ ഞങ്ങള് മ്യൂസിക് ടീം താഴത്തെ റൂമിൽ ഞങ്ങള് ബേസിക്കലി പറഞ്ഞ ആദിത്യദർ സാർ പുള്ളിയുടെ വീട് നമുക്ക് വിട്ടുവരുമായിരുന്നു. അപ്പൊ യമി മാം ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് എല്ലാ ദിവസവും രാവിലെ വന്ന് മാം ആണെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ഗുഡ് മോർണിംഗ് നൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഫുൾ ടൈം ഉണ്ട്. ഫുൾ ടൈം നമുക്ക് എന്തെങ്കിലും ഒരു സീൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പുള്ളിനെ വിളിക്കാം, എപ്പോഴും അവൈലബിൾ ആണ് പുള്ളി. പുള്ളി വന്ന് നമ്മളോട് ഇരുന്ന് കാര്യം പറയും. ഇപ്പൊ നമുക്കൊരു സീൻ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ കൺഫ്യൂസ്ഡ്. അപ്പൊ നമ്മൾ പുള്ളിനോട് ചോദിക്കും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള. പുള്ളി പറയുമ്പോൾ ഈ ഒരു ടൈപ്പിൽ പിടിച്ചു നോക്കും. അപ്പൊ പുള്ളി പറയുന്ന ഇത്രയാണ്. അത് എനിക്ക് ഭയങ്കര പുള്ളിയുടെ ശാശ്വത്തിൻ്റെ പുള്ളിയുടെ പഠിച്ചൊരു സാറിൻ്റെ പഠിച്ചൊരു വലിയ പോയിന്റ്. അതായത്
സീൻ നമ്മൾ മറ്റേ മാസാക്കാൻ വേണ്ടി മാസാക്കരുത്, അത് ഭയങ്കര ക്ലീൻ ആയിരിക്കണം, ആ പേർപ്പസ് സെർവ് ചെയ്യണം. നമ്മൾ മറ്റേ ഈ സീൻ മാസാക്കണം അങ്ങനെ വിചാരിച്ച് ചെയ്യുന്നതിനേക്കാൾ അതിന്റെ ഇമോഷൻ മനസ്സിലാക്കി ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആയിക്കോളും എന്നുള്ള അതെനിക്ക് അത് നമ്മള് അതിന്റെ ഇമോഷൻ, അപ്പൊ അതിന് മുമ്പ് എന്താ നടക്കുന്നത് അതിന് ശേഷം എന്താ നടക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി, അപ്പൊ ലൗഡിനേക്കാളുപരി ആ സീനിനെ മാക്സിമം അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള സാധനമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മൾ ദുരന്തറിലാണെങ്കിൽ നമ്മൾ കുറെ സൈലൻസും യൂസ് ചെയ്തിട്ടുണ്ട്. ഫുൾ മ്യൂസിക് അല്ല, സൈലൻസും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ആ പീക്ക് പോയിന്റ് നല്ല ഹൈ കിട്ടാൻ വേണ്ടിയുള്ള സംഭവം. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മള് സ്കോർ എന്നുള്ള രീതിയിലല്ല പോകുന്നത്, നമ്മൾ പാട്ടുകളും അതിന്റെ ഒരു സ്കോർ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ബ്ലെൻഡിങ് അതൊക്കെ എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരായിട്ട് കൊളാബറേറ്റ് ചെയ്തപ്പോ. കുറെ ഐഡിയാസ് എനിക്കും വന്നു അങ്ങനെ. അപ്പൊ കാരണം ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ കുറെ പാട്ടുകൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ റംബാഹോ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, തമ്മ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഡയറക്ടർ ഒരു മ്യൂസീഷ്യനും കൂടെ ആയതുകൊണ്ടുള്ള പുള്ളി മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബേസ് നോട്ട് നമ്മളിപ്പോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ ചിലപ്പോ ഒരു നോട്ട് മാറിപ്പോയി, നമ്മൾ അടുത്ത ടേക്കിൽ കറക്റ്റ് ചെയ്യും. അപ്പൊ തന്നെ നമ്മളിങ്ങനെ അയ്യോ സാർ നമ്മൾ കറക്റ്റ് ചെയ്യാന്നുള്ള. അപ്പൊ അത്രയും ക്രിസ്പാണ്. ഇപ്പൊ കിക്കിന്റെ ടോൺ എങ്ങനെയാ വേണ്ടതെന്ന്, അത് തം കിക്ക് വേണം അതോ ഒരു സബ് കിക്ക് വേണം, അതുപോലെ സ്നെയർ എങ്ങനെ വേണം. അതായത് മ്യൂസിക് സെൻസ് ഉള്ള ഡയറക്ടർ മാത്രമല്ല മ്യൂസിക് ടെക്നിക്കലിയും കൂടെ. പുള്ളി ഒരു മ്യൂസീഷ്യൻ ആണ്, നന്നായിട്ട് പാടും പുള്ളി. അങ്ങനത്തെ പുള്ളിയുടെ അമ്മ ഒരു മ്യൂസിക് ടീച്ചറാണ്. അപ്പം ഭയങ്കര സെൻസ്. അപ്പൊ പുള്ളിയുടെ ഇൻപുട്സ് ഉണ്ട് നമ്മുടെ മ്യൂസിക്കിൽ. ഇപ്പൊ നമ്മളിപ്പോ കർവ എന്ന് പറഞ്ഞ സോങ്ങിലാണ് നാത്തോ കർവ എന്ന് പറഞ്ഞൊരു പോർഷൻ ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ആദിത്യ സാറിന്റെ ഐഡിയ ആയിരുന്നു. ഇത് ഭയങ്കര വർക്കൗട്ടായി. അങ്ങനത്തെ ആ ഒരു മറ്റേ ഷഹസാദ് അലി വന്ന് പാടിയ പോർഷനും അതൊക്കെ ഭയങ്കര റണ്ണിങ്. അപ്പൊ എല്ലാത്തിനും ഒരു യൂണീക്നെസ് ഉണ്ടായിരുന്നു. അത് അവരുടെ ഒരു മാജിക് ആട്ടോ, അത് ആ ടീമിന്റെ ഒരു മാജിക് ആണ്. അത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അതൊരു മാജിക് അവരുടെ. നിങ്ങൾ ആക്ച്വലി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 2 പാർട്ടും ഒന്നിച്ച് ഒറ്റ ഫ്ലോയിൽ വർക്ക് ചെയ്ത് പോവായിരുന്നു? ആദ്യം ഇനീഷ്യൽ പ്ലാനിങ് ഒക്കെ ഒരു സിനിമ എന്നുള്ള രീതി? ഇത് എന്താ വെച്ചാൽ ഇത് ആക്ച്വലി ഒരു സിനിമ എന്നുള്ള ഇതായിരുന്നു. സംഭവം പറ്റിയ ഇവർ എഡിറ്റ് ചെയ്ത് വന്നപ്പോ ഇത് ഓൾമോസ്റ്റ് 7 hours 8 hours കണ്ടേ ഫുട്ടേജ്. ഫസ്റ്റ് കട്ട് തന്നെ അത്രയും വന്ന്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇത് 2 സിനിമയൊക്കെ. പക്ഷെ അനൗൺസ്മെന്റ് ആദ്യമേ ചെയ്തില്ല അവര്. അത് ഫസ്റ്റ് പാർട്ടിന്റെ എൻഡിലാണ് അത് അനൗൺസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമേ അറിയായിരുന്നു ഇത് 2 പാർട്ടാന്നുള്ളത്. അപ്പൊ നമ്മള് ആദ്യം വർക്ക് ചെയ്തത് ഫസ്റ്റ് പാർട്ടിൽ തന്നെ. ഫസ്റ്റ് പാർട്ടിൽ വർക്ക് ചെയ്ത് നമ്മള് ഡിസംബറിൽ പടം ഇറങ്ങി, കഴിഞ്ഞ 20 days ബ്രേക്ക് കഴിഞ്ഞിട്ട് ജനുവരിയിലാണ് നമ്മൾ സെക്കൻഡ് പാർട്ട്. കാരണം അവർക്ക് കുറച്ച് പാച്ച് ഷൂട്ട് ബാക്കി ഉണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഫൈനൽ എഡിറ്റ് വന്ന് നമ്മൾ ജനുവരി. ഇങ്ങനെ വർക്ക് ഫ്ലോ ഹെക്ടിക് ആണോ അതോ നല്ല ഹെക്ടിക്? ഇത്രയും സമയം കഴിഞ്ഞ ജൂൺ തൊട്ട് ഇതുവരെ എന്ന് പറയുമ്പോൾ, കാരണം വെച്ചാൽ ഹെക്ടിക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ലെങ്ത് ഇത്ര ഉണ്ടല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ പടം അല്ല ചെയ്തത്. അപ്പം മ്യൂസിക് ആ ഒരു ലെങ്ത്തിലോട്ട് അതിന്റെ ഒരു സൗണ്ട് സ്കേപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈം എടുത്ത്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത സൗണ്ടിങ് അല്ല ഇതിന്റെ. കുറെ ദിവസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനത്തെ സോണിക്സ് പിടിക്കണം എന്നുള്ള പ്ലാൻ ചെയ്ത്, പിന്നെ കുറെ ലൈവ് മ്യൂസീഷ്യൻസ് ലൈക്ക് ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ലൈവ് മ്യൂസീഷ്യൻസിനെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സോങ്സിലാണെങ്കിൽ തന്നെ കുറെ പുതിയ സിംഗേഴ്സിനെയാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ടൊരു ഫ്രഷ്നെസ് ഉണ്ട് പാട്ടുകൾക്ക്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ റെബൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഓൾറെഡി ഉള്ളതാണ്, പക്ഷെ പുള്ളിക്കാരത്ത് ഇത് കഴിഞ്ഞപ്പോ ജാസ്മിൻ, റെബൽ, ഷഹസാദ് അലി, പിന്നെ വൈഭവ് ഗുപ്ത, അങ്ങനെ കുറെ പുതിയ ടൈപ്പ് ഓഫ് സിംഗേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനത്തെ സൗണ്ട് കൊണ്ടുവരണം, അങ്ങനത്തെ യൂഷ്വൽ അല്ലാത്ത എങ്ങനത്തെ സിംഗേഴ്സിനെ കൊണ്ടുവരണം എന്നൊക്കെ പ്ലാൻ ചെയ്ത്. അപ്പൊ നല്ല ഹെക്ടിക് ആയിരുന്നു. കാരണം എസ്പെഷ്യലി സെക്കൻഡ് പാർട്ട് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. കാരണം നമുക്ക് ടൈം ലൈൻ, പിന്നെ സ്റ്റേക്സും ഭയങ്കര ഹൈ ആണല്ലോ. ഇത് ഇത്രയും വലിയ, കാരണം ഫസ്റ്റ് പാർട്ട് ഇത്ര ഹിറ്റ് ആയിട്ടിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ടിന്റെ ഹൈ ഓൾറെഡി അവർ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പം നമ്മൾ മറ്റേ മാരിയാനോ സ്റ്റുഡിയോസിൽ നമ്മുടെ ജസ്റ്റിൻ ചേട്ടന്റെ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റിൻ ചേട്ടനാണ് ഫൈനൽ മിക്സ് എഞ്ചിനീയർ, ആളും മലയാളിയാണ്. അപ്പൊ ആളുടെ സ്റ്റുഡിയോയിൽ നമ്മൾ വരുന്ന വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഫൈനൽ മിക്സിൽ അവരിന്ന് റീൽ മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത്, നമ്മള് സെക്കൻഡ് ഹാഫിന്റെ മ്യൂസിക് ചെയ്തോണ്ടിരിക്കുന്നത്. എഡിറ്റ് ടീം അവിടെ ഉണ്ട്, സൗണ്ട് ടീം അവിടെ ഉണ്ട്, പ്രൊഡക്ഷൻ ടീം അവിടെ ഉണ്ട്. എല്ലാരും ഇങ്ങനെ ആ സ്റ്റുഡിയോയിൽ മൊത്തം ദുരന്തർ ടീമായിരുന്നു. അപ്പൊ ടെൻഷൻ ഉണ്ട്, പ്രഷർ ഉണ്ടെങ്കിൽ പോലും അതൊരു എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ, കാരണം നമുക്കറിയാം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു നല്ലൊരു സാധനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാധനം പ്രസന്റ് ചെയ്യാൻ പോകുന്ന എന്നുള്ളൊരു നമുക്കൊരു സന്തോഷമില്ല. ഇത് കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഇല്ലേ, അതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആ ടീമിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ മോർ ദാൻ ഇൻഡിവിജ്വൽ ഗെയിമിനേക്കാളുപരി എല്ലാവർക്കും ആ പടം വർക്ക് ആവണം എന്നുള്ളൊരു, അതായത് നല്ലൊരു പടത്തിന്റെ ഭാഗമാവാൻ പറ്റി, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ആരും ഈഗോ ഇല്ലാണ്ട് എല്ലാരും കോർപ്പറേറ്റീവ് ആയിട്ട് എല്ലാ ടീമിനെയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എഡിറ്റ് ടീം ആണെങ്കിൽ നമ്മളോട് വന്നിരിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു നമ്മളെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഡയറക്ടർ അവിടെ ഉണ്ട്, പിന്നെ നമ്മൾ ഫൈനൽ മിക്സിൽ പോയിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. അപ്പൊ ആ ഒരു ഭയങ്കര ടീം വർക്ക് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കാന്ന് പറയില്ലേ,
അതിന്റെ ഒരു മാജിക് പടത്തിൽ റിഫ്ലക്ട് ആയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. സ്റ്റീവ് എങ്ങനെയാ ഈ മ്യൂസിക് സീനിലേക്ക് എത്തുന്നത്? ശരിക്കും ഇപ്പോ 26 വയസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്നൊക്കെ ഞാൻ ആർട്ടിക്കിൾ വായിച്ചിരുന്നു. മ്യൂസിക് സീനിലേക്ക് എത്തുന്നത് ശരിക്കും എങ്ങനെയാണ്? ഇപ്പൊ ബോംബെയിലേക്ക് എത്തുന്നത് എങ്ങനെയാ? അതിന്റെ ഒരു ഇനീഷ്യൽ ഡേയ്സ് എങ്ങനെയാ ശരിക്കും? ഞാൻ ആക്ച്വലി പറഞ്ഞ എൻ്റെ ഫാദർ ഒരു മ്യൂസീഷ്യനാണ്. ഫാദറിന്റെ പേര് സാംസൺ കോട്ടൂർ. അപ്പൊ ഫാദർ ആണോ ഇൻഫ്ലുവൻസ്? ഫാദറിനെ അറിയാം, ട്രാഫിക്കിന്റെ ട്രാഫിക്കിന്റെയും മെല്ലാസിന്റെയും മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ അപ്പ പണ്ട് മുതലേ മ്യൂസീഷ്യനാണ്. അപ്പൊ വയലിനിസ്റ്റ് ആണ്, മ്യൂസിക് കമ്പോസറാണ്, സിംഗറുമാണ്. അപ്പൊ ആള് ഡിവോഷണൽ സോങ്സും കുറെ ചെയ്തായിരുന്നു. അപ്പൊ ഞാനൊരു 5 വയസ്സ് 6 വയസ്സുള്ള സമയത്ത് അപ്പ യാനി എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ട്, എന്റെ ഫേവറേറ്റ് മ്യൂസീഷ്യൻ. പുള്ളി ഒരു പിയാനിസ്റ്റും അറേഞ്ചറുമാണ്. അപ്പൊ പണ്ട് മുതലേ നമ്മൾ ഈ വെസ്റ്റേൺ മ്യൂസിക്കും നല്ല ഈവൻ ഇന്ത്യൻ മ്യൂസിക്കാണ്, ഇളയരാജ സാറിന്റെ, റഹ്മാൻ സാറിന്റെ നല്ല CDs അപ്പൊ കൊണ്ടുവന്ന് എപ്പോഴും കാറിലിട്ടും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പ്ലെയർ ഉണ്ട്, അപ്പൊ അതിലെടുത്ത് കേൾപ്പിക്കുമായിരുന്നു. അപ്പൊ ആളാണ് നമ്മുടെ തുടക്കം തന്നത്. അപ്പൊ യാനിയുടെ ഒരു ദിവസം അപ്പൊ ഒരു വീഡിയോ കൊണ്ടുവന്നു, ഗ്രീസിൽ ആക്രോപോളിസിൽ പുള്ളി പെർഫോം ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ. അപ്പൊ ഞാൻ ആ വിഷ്വല് കണ്ടപ്പോ നോക്കുമ്പോ ഒരാൾ 6 കീബോർഡും പിയാനോയും ഓർക്കസ്ട്രയും ഒക്കെ കണ്ടപ്പോ നമുക്ക് 6 വയസ്സിൽ നമ്മളിത് കണ്ടിട്ട് അമ്പോ ഇത് ഭയങ്കര സംഭവമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി, ഭയങ്കര ഫാസിനേഷൻ തോന്നി സിന്തസൈസർ ഒക്കെ കണ്ടപ്പോ. അപ്പൊ ആ ടൈമിലാണ് അപ്പ എന്നോട് ചോദിക്കുന്നത് നിനക്ക് ഏത് ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന്. യൂഷ്വൽ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നില്ല, കീബോർഡ് പഠിക്കണം, ഗിറ്റാർ പഠിക്കണം, ഡ്രംസ് പഠിക്കണം. ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഫാസിനേഷൻ ആയി. ഞാൻ പറഞ്ഞു എനിക്ക് കീബോർഡ് പിയാനോ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 6 വയസ്സുള്ള സമയത്താണ് അപ്പ എന്നെ മ്യൂസിക് ക്ലാസ്സിന് ചേർക്കുന്നത്. അപ്പൊ ഞാൻ നോട്ട്സ് ആൻഡ് ടോൺസ് എന്ന് പറഞ്ഞൊരു അക്കാഡമിയിൽ, എൻ്റെ സാറിന്റെ പേര് ഗോപാൽ എന്നാണ് സാറിന്റെ പേര്. സാറിന്റെ അക്കാഡമി ഉണ്ട് കച്ചേരിപ്പടിയിൽ, നോട്ട്സ് ആൻഡ് ടോൺസ് എന്ന് പറഞ്ഞ അക്കാഡമിയിൽ. അപ്പൊ ഗോപാൽ സാറിന്റെ അവിടെയാണ് ഞാൻ പിയാനോ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 18 വയസ്സ് വരെ ഞാൻ എഡ്യൂക്കേഷൻ ബ്രേക്ക് ചെയ്യാണ്ട് മ്യൂസിക് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ 8th ഗ്രേഡ് ട്രിനിറ്റി സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്. അപ്പം അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ പേരൻസ് ഭയങ്കര സപ്പോർട്ട്. അമ്മയാണെങ്കിലും, അമ്മയുടെ പേര് റോണ കോട്ടൂർ, ചേച്ചിയുണ്ട് ആൻസാറ കോട്ടൂർ, ആള് UK സൈക്കോളജിസ്റ്റ്. അപ്പം ഫാമിലി വൈസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക്. ഈ മ്യൂസിക് നിനക്ക് എന്താ ചെയ്യണോ നീ അത് ചെയ്തോന്നുള്ള. അപ്പൊ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ അത് ഞാൻ പേരൻസിനോട് നന്ദി പറയുന്നത്. അത് ഭയങ്കര പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കൂളിങ് ഞാൻ ചെയ്തത് ക്യാമ്പിയൻ എന്ന് പറഞ്ഞ സ്കൂളിലാണ്, എടപ്പള്ളി. സ്കൂളിൽ ഞാൻ അത്ര മ്യൂസിക് ക്ലബ്ബിൽ അത്ര ഇൻവോൾവ് ഒന്നും അല്ലായിരുന്നു. അവിടെ കൂടുതൽ ഞാനൊരു ഡാൻസറായിരുന്നു, ആരോടും പറയണ്ട. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ BCom ഞാൻ SH കോളേജ് തേവരയില്, അവിടെയാണ് ആക്ച്വലി പറഞ്ഞാൽ മ്യൂസിക്കൽ ജേണിക്ക് ഒരു വലിയ വ്യത്യാസം വന്നത്. കാരണം അവിടുത്തെ മ്യൂസിക് ടീം ഭയങ്കര, ഞാൻ SH കോളേജ് ചേർന്നത് തന്നെ അവിടുത്തെ മ്യൂസിക് ക്ലബിനെ കുറിച്ച് കേട്ടിട്ട്. അപ്പൊ ആ കോളേജിൽ കയറി എനിക്ക് മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ SH ജോയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് ക്ലാസ്. ഫസ്റ്റ് ഡേ മറ്റേ ഓറിയന്റേഷന്റെ അന്ന് തന്നെ ഞാൻ മ്യൂസിക് ക്ലബ്ബിൽ പോയി ജോയിൻ ചെയ്തു. അവരെ തപ്പിപ്പിടിച്ച്. അപ്പൊ അതിലെന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സാമുവൽ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ നേരെ പോയി, അപ്പൊ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ SH പിന്നെ ഭയങ്കരമായിട്ട് ലൈഫിനെ ചേഞ്ച് ചെയ്തൊരു ഇതായിരുന്നു. കാരണം അവിടുത്തെ മ്യൂസിക് ക്ലബ്ബിലെ കുറെ മെമ്പേഴ്സും ഞങ്ങൾ കുറെ നാഷണൽ ലെവലിലൊക്കെ പോയി പ്രൈസ് മേടിച്ചു. അങ്ങനെ SH ഞാൻ 3rd ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിഷ്ണു സുനിൽ എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ട്. വിഷ്ണു സുനിൽ എന്ന് പറയുന്നത് നമ്മുടെ മസാല കോഫിയിലെ വരുൺ സുനിലിന്റെ ബ്രദർ. അപ്പോഴാണ് വിഷ്ണു സുനിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ എന്തോ വീഡിയോ, കീബോർഡ് വായിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എന്നെ ബ്രോ നമുക്കൊരു കൊളാബറേഷൻ ചെയ്താലോ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ വിഷ്ണു സുനിലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് പുള്ളിയായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് അവിടെ വരുൺ ചേട്ടൻ ഉണ്ട്. വരുൺ ചേട്ടനും നമ്മുടെ മസാല കോഫിയുടെ ബേസിസ്റ്റ് ഉണ്ട് പോളിച്ചേട്ടനാണ് 13AD ബാൻഡിന്റെ ഒക്കെ മെമ്പർ. അപ്പൊ അവരന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ അവർ ആക്ച്വലി പറഞ്ഞ മസാല കോഫിക്ക് ഒരു കീബോർഡിസ്റ്റിനെ നോക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാനവിടെ വിഷ്ണു ചേട്ടനായിട്ട് വായിക്കുന്നുണ്ടപ്പോൾ വരുൺ ചേട്ടൻ ഇത് നോട്ടീസ് ചെയ്തു. അപ്പൊ വരുൺ ചേട്ടൻ അന്ന് തന്നെ നോട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ കോളേജിൽ 3rd ഇയർ മ്യൂസിക് ക്ലബിന്റെ തിരക്കൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് 3rd ഇയറിൽ ഞാനിങ്ങനെ മറ്റേ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ എനിക്കൊരു കോൾ വന്നു. അപ്പൊ ഞാൻ കോൾ എടുത്തപ്പോഴാണ് എന്നോട് വരുൺ ചേട്ടനായിരുന്നു കോൾ. അപ്പൊ വരുൺ ചേട്ടൻ എന്നോട് പറയണേ ഇങ്ങനെ സ്റ്റീവ് ഇങ്ങനെ നമുക്ക് മസാല കോഫിയിൽ ഒരു കീബോർഡിസ്റ്റിനെ വേണം, സ്റ്റീവിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം ലൈവ് ഷോസിന് ഞാൻ ആദ്യം പ്രാങ്ക് കോളാണ് വരുൺ ചേട്ടൻ തന്നെ പറ്റിക്കണമെന്ന്. അപ്പൊ ഞാനപ്പോ തന്നെ ആ ചേട്ടാ ഉറപ്പായിട്ടും വരാന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ പ്രശ്നം വെച്ചാൽ അവര് നല്ല ഷോസ്, മസാല കോഫി അറിയാലോ എത്രയും ഡിമാൻഡുള്ള ബാൻഡ്, അപ്പൊ കുറെ ഷോസ് ഉണ്ട്. അപ്പൊ ഞാൻ 3rd ഇയർ എനിക്ക് പഠിത്തവും ഇതും കൂടി. അവൻ ഞാൻ ആദ്യം തന്നെ പേരൻസിനെ വിളിച്ച് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, ഞാൻ എടുത്തോട്ടെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അവര് പിന്നെ നീ ഇഷ്ടമുള്ള ചെയ്തോളാന്നുള്ള സംഭവം പറഞ്ഞ. പിന്നെ ഞാൻ എൻ്റെ മിസ്സുമാരോടൊക്കെ പോയി പറഞ്ഞു, ഫ്രണ്ട്സിനോട്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എടാ നീ ഇത് ചെയ്ത് ഭയങ്കര ഓപ്പർച്യൂണിറ്റി അല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞ
കൊമേഴ്ഷ്യൽ സീനിലോട്ട് കയറുന്നത്. പിന്നെ മസാല കോഫി ആയിട്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നു അവരുടെ അന്ന് പ്രാക്ടീസ് ഒക്കെ. ഞാൻ നേരെ ബാംഗ്ലൂരിലോട്ട് പോയി. പിന്നെ മസാല കോഫി ആയിട്ട് ഈ പറഞ്ഞ നമ്മൾ കുറേ ഷോസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ലൈവ് സീനായിട്ട് കുറേ. ഞാൻ പണ്ട് ചേർച്ചിൽ വായിക്കുമായിരുന്നു. ചേർച്ചിൽ വായിച്ചാണ് ഞാൻ തുടങ്ങിയത്. ചേർച്ചിൽ വായിച്ച് പിന്നെ കൊമേഴ്ഷ്യൽ സീനിൽ വായിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വരുൺ ചേട്ടനൊക്കെ ആ ടൈമിൽ ബോംബെയിലാണ്. അപ്പൊ വരുൺ ചേട്ടനെയും JK-നെയും പരിചയപ്പെടുന്നത്, ജയകൃഷ്ണൻ നളിൻകുമാർ. അപ്പൊ JK മസാല കോഫിയുടെ മിക്സ് എഞ്ചിനീയർ. അപ്പൊ ഇവരാണ് എന്നോട് പറയുന്നത് ബോംബെയിലോട്ട് വാ, നിനക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, കുറേ ടൈപ്പ് ഓഫ് മ്യൂസീഷ്യൻസ് ഉണ്ട് നിനക്ക്. അങ്ങനെ ഞാൻ 2022 കോവിഡൊക്കെ ഒന്ന് പതുക്കെ കുറഞ്ഞ് ആ ടൈമിലാണ് ഞാൻ ബോംബെയിലോട്ട് പോകുന്നത്. പിന്നെ ബോംബെയിൽ ഞാൻ ചെന്നു. അവിടെ JK-യുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഓഡിയോ ഗൈസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഞാനൊരു മ്യൂസിക് പ്രൊഡക്ഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ആഡ് വർക്ക്സും ചെറിയ ആഡ് വർക്ക്സും. പിന്നെ ആണ് അപ്പോൾ ആ ടൈമിലാണ് വരുൺ ചേട്ടൻ പറയുന്നത് ഇങ്ങനെ വാലാട്ടി എന്ന് പറഞ്ഞ സിനിമ ഞാൻ കമ്പോസ് ചെയ്യാണ്, നീ അതിൻ്റെ പാർട്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്, അതാണ് എൻ്റെ ഫിലിമെൻട്രി ആക്ച്വലി പറഞ്ഞത്, ഒരു മ്യൂസിക് പ്രോഗ്രാമിലിട്ട്. അപ്പോൾ വാലാട്ടിയിലെ എല്ലാ സോങ്സും പ്രോഗ്രാം ചെയ്യാൻ ആദ്യം വരുൺ ചേട്ടന്. അപ്പോൾ അതിനൊക്കെ ഞാൻ വരുൺ ചേട്ടനോട് ഭയങ്കര നന്ദി പറയുന്നത്. കാരണം അവരൊക്കെയാണ് എനിക്ക് ഒരു ഓപ്പണിംഗ് തന്നത്. JK, വരുൺ ചേട്ടനും ഇപ്പം ജസ്റ്റിൻ ചേട്ടനാണെങ്കിലും ഇവർ 3 പേരാണ് നമുക്ക് ബോംബെയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അതൊരു ബ്ലെസ്സിങ് ആണല്ലോ, നമുക്കൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഞാൻ വാലാട്ടിയിൽ ചെയ്തു. അപ്പോൾ വാലാട്ടിയിൽ നമ്മൾ ഒരു ഓർക്കസ്ട്രൽ കുറേ സ്കോർസ് നമ്മൾ ചെയ്തായിരുന്നു. ഈ നമ്മൾ പുറത്തുള്ള ഓർക്കസ്ട്രേനെ വെച്ചിട്ട് അത് ഞാൻ അറേഞ്ച് ചെയ്തായിരുന്നു. അപ്പം അത് ഞാൻ അറേഞ്ച് ചെയ്യുന്ന കണ്ടിട്ടാണ് JK-ക്ക് മനസ്സിലായത്, ഇവൻ പ്രൊഡക്ഷനും ഓർക്കസ്ട്രൽ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യല്ലോ എന്നൊക്കെ JK-ക്ക് മനസ്സിലായി. പ്രൊഡക്ഷനിലേക്ക് ശരിക്കും അതിന്റെ കീബോർഡിസ്റ്റ് ആയിട്ടാണല്ലോ തുടങ്ങി. പ്രൊഡക്ഷൻ ഞാൻ എവിടെ പഠിച്ചിട്ടില്ല, അത് ഞാൻ സെൽഫ് ലേൺഡ് ആയിരുന്നു. നമ്മൾ തന്നെ മിസ്റ്റേക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് പഠിക്കുന്നു. പിന്നെ നമ്മളെ ഗൈഡ് ചെയ്യാൻ നല്ല കുറെ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ടൈമിൽ വന്നു. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പം അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അല്ലാണ്ട് ഒരു മ്യൂസിക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള പ്രൊഡക്ഷൻ പഠിക്കാനുള്ള പറ്റിയില്ല. അപ്പൊ ഇതിങ്ങനെ ഓൺ ദ ഗോ പഠിച്ച് വന്നതാണ്. അങ്ങനെ ഞാനിങ്ങനെ ബോംബെയിൽ വാലാട്ടിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് JK-ക്ക് മനസ്സിലായത് ഞാൻ ഈ പ്രൊഡക്ഷനും ഓർക്കസ്ട്രൽ സാധനങ്ങളൊക്കെ ചെയ്യുന്നുള്ള മനസ്സിലായത്. അങ്ങനെയാണ് JK അവരൊരു ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ദുബായിലൊരു ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ആർട്ടിസ്റ്റ്. അപ്പൊ അത് ഫിർഡോസ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ AR റഹ്മാൻ സാറിന്റെ ഓർക്കസ്ട്രയാണ്. അത് ദുബായിലുള്ള എക്സ്പോയുടെ ടൈമിൽ അവർ ക്രിയേറ്റ് ചെയ്ത ഓർക്കസ്ട്ര. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അത് 28 രാജ്യങ്ങളിൽ നിന്നുള്ള ഫീമെയിൽ, അതായത് എല്ലാം ഓൾ ഫീമെയിൽ ഓർക്കസ്ട്ര. സാധാരണ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനേറ്റഡ് ആയിരിക്കും, ഇത് ഫുൾ ഫീമെയിൽ ഓർക്കസ്ട്രയാണ്. അപ്പൊ അവരെ അറേഞ്ച് ചെയ്യാൻ അവർക്കൊരു ആർട്ടിസ്റ്റിനെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് JK എന്നെ അതിൽ വിളിച്ചതും. അങ്ങനെ ഞാൻ അവിടെ പോയി അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഒരു ഫിർഡോസ് ഓർക്കസ്ട്ര, AR റഹ്മാൻ സാറിന്റെ ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പിന്നെ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ കുറെ പല ആർട്ടിസ്റ്റുകളായിട്ടും പല കൺട്രീസിൽ പോയി പെർഫോം ചെയ്യാൻ. കൊക്കക്കോള അറീന, ഈ പറഞ്ഞ പോലെ ഡോൾബി തിയേറ്റർ, നമ്മുടെ ഓസ്കാറൊക്കെ നടക്കുന്ന അവിടെയൊക്കെ പോയി പെർഫോം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വരുൺ ചേട്ടനായിട്ട് 2-3 പടങ്ങൾ വർക്ക് ചെയ്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദീപകേട്ടൻ ദീപകേട്ടൻ ആക്ച്വലി പറഞ്ഞ ഏത് വർക്ക് കണ്ടിട്ടാണ് ദീപകേട്ടൻ ആക്ച്വലി പറഞ്ഞ JK-നെ വിളിക്കുന്നത്. JK-നെ വിളിച്ചിട്ട് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ, അതായത് വെച്ചാൽ അതിന്റെ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ ഗുജറാത്ത് സീക്വൻസ്. അപ്പൊ ദീപകേട്ടന് ബോംബെന്ന് ആരെങ്കിലും വേണമായിരുന്നു, ആ ഒരു കൾച്ചർ മനസ്സിലാക്കി, അതായത് ആ ഒരു നോർത്ത് സൗണ്ടിങ് മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെയാണ് ദീപകേട്ടൻ വിളിച്ചത്. അങ്ങനെയാണ് ബോംബെ എന്നുള്ള മലയാളിയായി ഞാൻ എമ്പുരാനിൽ അങ്ങനെയാണ് ദീപകേട്ടനെ പരിചയപ്പെടുന്നത്. എന്നിട്ട് എമ്പുരാനിൽ വർക്ക് ചെയ്തു. ഞാൻ ബോംബെന്ന് വീണ്ടും നാട്ടിലോട്ട് വന്ന് ദീപകേട്ടന്റെ സ്റ്റുഡിയോയിലാണ് ഞാൻ എമ്പുരാനിൽ വർക്ക് ചെയ്തത്. അന്നപ്പോ നമ്മൾ 6-7 പ്രോഗ്രാമേഴ്സ് അവിടെ ഇരുന്ന്. അതും ഭയങ്കര എക്സ്പീരിയൻസ്. ദീപകേട്ടൻ്റെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് സൗണ്ടിങ്ങിനെ ഒരുപാട് പേര് ഇപ്പൊ സുഷിൻ തൊട്ട് ദീപകേട്ടൻ നമ്മുടെ ഒരു മ്യൂസിക്കൽ ജീനിയസ് ആണ്. അപ്പൊ നമ്മള് ആരുടെയും ഒരു ആഗ്രഹമാണ് ദീപകേട്ടനോട് വർക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ ദീപകേട്ടൻ ഗൈഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആണ് ദീപകേട്ടനോട്. ദീപകേട്ടൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളവിടെ പോയിരുന്ന പുള്ളിക്ക് സന്തോഷമാണ്. പുള്ളി പറഞ്ഞു തരും സൗണ്ടിങ്ങിനെ കുറിച്ചാണെങ്കിലും കുറെ കാര്യങ്ങൾ, എങ്ങനെ ക്ലീൻ ആയിട്ട് എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ളതിന്റെ ഒക്കെ. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ദീപകേട്ടൻ്റെ കൂടെ നിന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ മറ്റേ ശാശ്വത്തിന്റെ ടീമിൽ നിന്ന് അവർക്കൊരു പ്രോഗ്രാമറിനെ വേണം. അതാണ് വീണ്ടും അങ്ങനെയാണ് ബാറ്റ്സ് ഓഫ് ബോളിവുഡ് കയറിയത്. അവിടുന്ന് ദുരന്തർ. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് കൊച്ചിയിൽ നിന്ന് ഇപ്പൊ ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതെ ഇപ്പൊ ആക്ച്വലി പറഞ്ഞ ഞാനും എന്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് 2 പേര്, റെനിലും അലോയ് എന്ന് പറഞ്ഞു. അവരും മ്യൂസീഷ്യൻസ് ആണ്. അലോയ് എന്ന് പറയുന്നത് നമ്മുടെ മദർ ജെയിന്റെ ഡ്രമ്മറാണ്. ഇപ്പൊ ഹരിശങ്കറിന്റെ കൂടെയൊക്കെ ഡ്രംസ് വെക്കുന്ന അവനും പ്രോഗ്രാമറാണ്. റെനില് മിക്സ് എഞ്ചിനീയർ ആണ്. അവൻ മസാല കോഫിയുടെ മിക്സ് എഞ്ചിനീയർ ആണ്. പിന്നെ ഉദിത് നാരായണൻ, മധുബന്തി, അങ്ങനത്തെ. അപ്പൊ ഞങ്ങൾ 3 പേരും ക്ലാസ്മേറ്റ്സ് ആണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ബോംബെയിലോട്ട് മാറിയത്. ഞങ്ങൾ 3 പേരുമാണ് അവിടെ സെറ്റ് ചെയ്തത്. അതെ. ദുരന്തറിൽ ഈ പറഞ്ഞ മലയാളി സാന്നിധ്യം 3 പേരുണ്ടല്ലോ. ശിവകുമാർ ഉണ്ട്, ജസ്റ്റിൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ 3 പേരായിട്ടുള്ളൊരു
ഒരു കൊളാബറേഷൻ നിങ്ങൾ കാണുന്നു, സംസാരിക്കുന്നു, നിങ്ങൾ ഈ മലയാളം പൊതുവെ അവിടെ എങ്ങനെയാണ് ഈ ടീമിന്റെ ഇടയിൽ മലയാളം സിനിമ അല്ല നമ്മളെ ആക്ച്വലി പറഞ്ഞാൽ മലയാളീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാര്യമാണ്. പൊതുവെ മലയാളം ടെക്നീഷ്യൻസിന് ബോംബെയിൽ അതായത് നമ്മള് ഭയങ്കര നമ്മള് ഇതെന്ത് ഇത്ര വാല്യൂ കാരണം അവർക്ക് ആ മലയാളീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവീസിന്റെ ഗുണം അത്. ഇപ്പൊ അവര് പറയും നിങ്ങളുടെ മലയാളം മൂവീസിന്റെ അത്രയും സ്ക്രിപ്റ്റ് വൈസ് ഇത്ര ബഡ്ജറ്റിൽ എങ്ങനെ നിങ്ങൾ ഈ പടങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മലയാളീസ് എന്തെന്നുള്ള. അപ്പൊ പക്ഷെ ഭയങ്കര കെയറിങ് ആണ് നമുക്ക് ആ ഒരു സ്പെഷ്യൽ കെയർ അവർ തരുന്നുണ്ട്. മലയാളീസ് ഭയങ്കര ടാലന്റഡ് ആണ് ഇവരെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര സിംഗ. ശിവകുമാർ സാറാണേലും ജസ്റ്റിൻ ചേട്ടനാണേലും മൂന്നിനും പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മളവിടെ ഇരുന്ന് ഞങ്ങളവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. നമ്മള് പറയണൊന്നും അവർക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഒരു സോൺ ഉണ്ട് അവിടെ. പക്ഷെ ഭയങ്കര രസമായിരുന്നു അത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര സീനിയേഴ്സ് ആണ്. പക്ഷെ എനിക്ക് എന്റെ 2 ചേട്ടന്മാർ എൻ്റെ കൂടെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. കാരണം അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. അത് എല്ലാവർക്കും നമ്മളെ ഭയങ്കര കാര്യമാണ്. അപ്പൊ അതൊരു ഭയങ്കര ടീം വർക്ക് ആയിരുന്നു. എന്താണ് സ്റ്റീവിന്റെ അടുത്ത പരിപാടി? ഇപ്പൊ ദുരന്തർ ഇത്രയും ഹിറ്റ് ആയിരുന്നു, ഇപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലത്തെ റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി പോയിട്ട് നെക്സ്റ്റ് ഇപ്പൊ ഞാൻ ഹോപ്പ്ഫുള്ളി എനിക്ക് ഈ വർഷം തന്നെ എന്റെ ആസ് എ മ്യൂസിക് കമ്പോസർ ഡെബ്യൂ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഒരു തെലുങ്ക് മൂവി സംസാരിച്ചിട്ടുണ്ട്, ഒരു മലയാളം മൂവി ഉണ്ട്. എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ പേര് പറയാൻ പറ്റില്ല. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എല്ലാം ഫൈനലൈസ്ഡ് ആയിട്ട് നമുക്ക് പുറത്തു പറയാൻ പറ്റുള്ളൂ. പക്ഷെ മെയ് മുതൽ ഞാൻ ആ മൂവിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഹോപ്പ്ഫുള്ളി ഈ വർഷം ഒരു ഡെബ്യൂ ഉണ്ടാവും. അടിപൊളിയാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് ഇനിയുള്ള ജേർണിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.